നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹൈക്കമാൻഡിൽ നടക്കുന്ന കേരള മുഖ്യമന്ത്രി കസേര അടിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ചർച്ച എവിടെയും എത്താതെ പോകുന്നതിന് ചരട് വലിക്കുന്ന കൂട്ടരാണ് ലീഗ്. നടക്കുന്ന അടിക്ക് എണ്ണയൊഴിച്ച് കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. KCയും RCയും വേണ്ട, മുസ്ലിം ലീഗിന് VD സതീശൻ മുഖ്യമന്ത്രിയായാൽ മതി. ഹൈക്കമാൻഡിൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ് ലീഗ് നേതാക്കൾ. മതമാണ് പ്രശ്നം, സമുദായത്തിനു വേണ്ടി അധികാരം പിടിക്കണമെന്ന് വാദിച്ച KM ഷാജി ഉൾപ്പെട്ട കൂട്ടത്തിന് സതീശൻ മുഖ്യമന്ത്രി ആയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ എന്ന് അറിയാം. KCയും RCയും SNDP NSS കൂട്ടരോടും ഹൈന്ദവ സംഘടനകളോടും അടുക്കും. ഇങ്ങനെ വല്ലാത്ത വേവലാതിയാണ് മുസ്ലിം ലീഗിന്. പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും മുൾമുനയിൽ നിർത്തുകയാണ് ലീഗ് നേതൃത്വം. VD സതീശന് വേണ്ടി മുസ്ലിം ലീഗ് നടത്തുന്ന സമ്മർദ്ദ തന്ത്രങ്ങൾ അതിരുവിടുകയാണ്. അണികളുടെ വികാരം സതീശനൊപ്പമാണ് എന്ന് മനസ്സിലാക്കിയാണ് ലീഗ് നേതാക്കളും തങ്ങളുടെ ആശങ്കകൾ ഹൈക്കമാൻഡിനെ അറിയിച്ചത്. സാധാരണ നിലയിൽ ലീഗ് കോൺഗ്രസ് എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കും. എന്നാൽ ലീഗ് അണികൾ സതീശന് വേണ്ടി മുറവിളി കൂട്ടുന്നതാണ് ലീഗ് നേതാക്കളും ഈ നിലപാട് സ്വീകരിക്കാൻ കാരണം. മാത്രമല്ല, KM ഷാജിയെ പോലെയുള്ള നേതാക്കൾക്കും താല്പര്യം VD സതീശനോടാണ്. വയനാട്ടിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച പ്രിയങ്ക ഗാന്ധിക്ക് ഇനിയും അവിടെ രാഷ്ട്രീയ ഭാവിയുണ്ടെങ്കിൽ ലീഗിനെ പിണക്കാൻ കഴിയില്ല എന്ന തന്ത്രമാണ് ഇപ്പോൾ ലീഗ് നേതാക്കൾ പയറ്റുന്നത്. പ്രിയങ്ക ഇതുവരെ സതീശൻ KC പോരിൽ പക്ഷം പിടിച്ചിരുന്നില്ലെങ്കിലും ലീഗ് നേതൃത്വം പ്രിയങ്കയെ നേരിട്ട് കണ്ട് സതീശന്റെ കാര്യം അവതരിപ്പിച്ചത് വഴിത്തിരിവായിരിക്കുകയാണ്. ഹൈക്കമാൻഡിൽ ലീഗിന്റെ ആവശ്യം പ്രിയങ്ക അവതരിപ്പിച്ചാൽ സതീശന്റെ സാധ്യതകൾ വർദ്ധിക്കും. VD സതീശൻ പൂർണ്ണമായും ഔട്ടാണെന്ന് കരുതിയിടത്ത് നിന്ന് ലീഗിന്റെ തന്ത്രപരമായ ഇടപെടൽ സതീശന് പുതിയൊരു ആശ്വാസം നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും ഖാർഗെയും KC വേണുഗോപാലിനു വേണ്ടി ഉറച്ചു നിൽക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിയെ സമ്മർദ്ദത്തിലാക്കിയാണ് ലീഗ് പുതിയ പൂഴിക്കടകൻ പയറ്റുന്നത്. പ്രിയങ്ക ഇതുവരെ ഈ തർക്കത്തിൽ പരസ്യമായി ഇടപെട്ടിരുന്നില്ലെങ്കിലും ലീഗ് നേതൃത്വം പ്രിയങ്കയെ കണ്ട് സതീശന് വേണ്ടി വാദിച്ചതോടെയാണ് വഴിത്തിരിവായത്. ഹൈക്കമാൻഡിൽ ഇതോടെ വിള്ളൽ വീണിട്ടുണ്ട് എന്നാണ് ചില ചർച്ചകൾ. പ്രിയങ്കയുടെ ഇടപെടൽ ഉണ്ടായാൽ സതീശന്റെ സാധ്യതകൾ വീണ്ടും വർദ്ധിക്കും എന്നുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സതീശന്റെ സാധ്യത വെറും 1% ലീഗ് കുറച്ചുകൂടി ഒന്ന് പുഷ് ചെയ്തതോടെ അത് കുറച്ചുകൂടി വർദ്ധിച്ചിരുന്നു. ഇപ്പോഴും സസ്പെൻസ് ആണ്. ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളൊക്കെ പറയുന്നുണ്ട് ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് എന്ന്. എന്നാൽ ഹൈക്കമാൻഡിൽ നിന്ന് അത്തരം ഒരു സൂചനകളല്ല വരുന്നത്. ഇപ്പോഴും പോര് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണെങ്കിലും UDFിലെ കരുത്തരായ ലീഗിന്റെ അഭിപ്രായം തള്ളിക്കളയാൻ ഹൈക്കമാൻഡിന് കഴിയില്ല. എന്നാൽ ലീഗ് പരസ്യമായി സതീശനെ പിന്തുണയ്ക്കുന്നത് കോൺഗ്രസിനുള്ളിൽ തിരിച്ചടിയാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. സതീശൻ മുഖ്യമന്ത്രിയായാൽ അത് ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്ന ചീത്തപ്പേരുണ്ടാകുമോ എന്ന ഭയം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. ഇത് സതീശന് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും എന്ന ചോദ്യം ഉയരാനും ഇടയാക്കിയിട്ടുണ്ട്. ഹൈക്കമാൻഡ് KC വേണുഗോപാലിനെ തന്നെയാണ് ഇപ്പോഴും മനസ്സിൽ കാണുന്നത് എന്നാണ് ഈ മണിക്കൂറുകളിൽ പോലും പുറത്തുവരുന്ന വിവരങ്ങൾ. 63 UDF MLA-മാരിൽ 47 പേരുടെ പിന്തുണ KC വേണുഗോപാലിനാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. KPCCയുടെ പൂർണ്ണ പിന്തുണയും അദ്ദേഹത്തിനുണ്ട്. എന്നാൽ AK ആന്റണിയുടെ നിലപാട് നിർണായകമാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നും സതീശൻ ഇനിയും സമയമുണ്ടെന്നാണ് ആന്റണിയുടെ പക്ഷം. ഐക്യത്തോടെയുള്ള പ്രഖ്യാപനം വേണമെന്ന ആന്റണിയുടെ ആഹ്വാനത്തെ തുടർന്നാണ് മുതിർന്ന നേതാക്കളായ മുരളീധരൻ, സുധീരൻ, മുല്ലപ്പള്ളി തുടങ്ങിയവരെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. കേരളത്തിലെ മുഖ്യമന്ത്രി നിർണയത്തിൽ ഘടകകക്ഷികൾക്ക് പങ്കില്ല എന്ന് മുതിർന്ന നേതാവ് MM ഹസൻ ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. വെറുതെ ഓരോ ഡയലോഗ് അടിക്കുക എന്നല്ലാതെ ഹസൻ ഈ പറഞ്ഞതിലൊന്നും ഒരു വാസ്തവവുമില്ല എന്ന് കേൾക്കുന്നവർക്ക് കൃത്യമായി അറിയാം. MM ഹസൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാ തീരുമാനവും ഹൈക്കമാൻഡ് എടുക്കും. മുഖ്യമന്ത്രി ആരെന്ന ചർച്ചയിൽ ഘടകകക്ഷികളുടെ അഭിപ്രായം തേടിയെന്ന് മാത്രമാണെന്ന് ഹസൻ പറഞ്ഞു. അങ്ങനെ ഘടകകക്ഷികളുടെ അഭിപ്രായം മാത്രമാണ് തേടിയതെങ്കിൽ എങ്ങനെയാണ് ലീഗ് ഇത്ര ശക്തമായി സതീശന് വേണ്ടി വാദിക്കുന്നത്? ഹൈക്കമാൻഡിനെ പോലും ലീഗ് മുൾമുനയിൽ നിർത്തുന്നത് എങ്ങനെയാണ്? ഘടകകക്ഷികളോട് അഭിപ്രായം ചോദിച്ചാൽ പറയാമെന്നും അവരോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടെന്നും MM ഹസൻ പറയുന്നു. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ മുസ്ലിം ലീഗിനടക്കം കടുത്ത അതൃപ്തി ഉണ്ടല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതികരിച്ചപ്പോഴായിരുന്നു MM ഹസൻ ഹൈക്കമാൻഡിന് ഇപ്പോഴും എല്ലാവരെയും വിളിക്കാം, എപ്പോഴും അവർക്ക് ഏത് നേതാക്കളുമായും സംസാരിക്കാം.
അതിന്റെ ഭാഗമായി മുൻ പ്രസിഡന്റുമാരായ ഞങ്ങളെ വിളിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനവിധി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരാഴ്ചയ്ക്കുള്ളിലാണ് കോൺഗ്രസ് ലീഡർ ആരാണെന്നും മുഖ്യമന്ത്രി ആരാണെന്നും തീരുമാനിക്കുന്നത്. അധികം സമയം വൈകിയിട്ടില്ല, ഇനി ഒട്ടും വൈകാൻ പാടില്ല. മത്സരിക്കാത്ത ആളുടെ പേര് ഇതിനു മുൻപും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ഹസൻ, ഇതൊക്കെ കോൺഗ്രസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതാണെന്നും ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ് പ്രധാനമെന്നും പറഞ്ഞു. എം ഹസനും നേതാക്കളും എല്ലാവരും ഹൈക്കമാൻഡാണ് അവസാന തീരുമാനം എന്ന് പറയുന്നു. പക്ഷെ ആരാണ് ഈ ഹൈക്കമാൻഡ്? പ്രിയങ്ക ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ആണല്ലോ നിങ്ങൾ പറയുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും പ്രിയങ്കരനാണ് KC വേണുഗോപാൽ. അങ്ങനെ നോക്കുമ്പോൾ ഹൈക്കമാൻഡിൽ തീരുമാനമെടുക്കുമ്പോൾ അത് KC വേണുഗോപാലിൻ്റെ കൂടി തീരുമാനമാണ് എന്നുള്ളത് വ്യക്തമാണല്ലോ. പിന്നെ ഇതിനു മുൻപ് മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ സമയമെടുത്തിട്ടുണ്ട് എന്ന് എം ഹസൻ ഉൾപ്പെടെ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. ഇതിനു മുൻപ് ഇത്തരത്തിൽ ഒരു ചേരി തിരിഞ്ഞുള്ള അടി കേരളം കണ്ടിട്ടില്ല. KC വേണുഗോപാലിൻ്റെയും VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും പ്രവർത്തകർ തെരുവിലേക്കിറങ്ങി യുദ്ധമാണ് നടത്തിയത്. നേതാക്കളെ പരസ്പരം ചീത്ത വിളിച്ചുകൊണ്ട് ഫ്ലെക്സുകൾ വലിച്ചു കീറിക്കൊണ്ട്, ഉമ്മൻചാണ്ടിയുടെ വരെ ഫ്ലെക്സുകൾ വലിച്ചു കീറിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടന്നത്. ഇതിനു മുൻപ് ഏത് കാലത്താണ് ഇങ്ങനെ ഒരു കൂട്ടയടി, തെരുവ് ഗുണ്ടായിസം കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്? അതുകൊണ്ട് വെള്ളപൂശാൻ വരരുത്. നേരത്തെ കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ലീഗ് ഇടപെടേണ്ട എന്ന മാത്യു കുഴൽനാടന്റെ പ്രസ്താവന വലിയ വിവാദമായിരുന്നു. പക്ഷേ അതിനുശേഷം മാത്യു കുഴൽനാടൻ ലീഗിനെ അനുനയിപ്പിക്കുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത്. ഇപ്പോൾ എം ഹസനും വന്ന് പറയുന്നത് ഘടകകക്ഷികളുടെ കാര്യമാണ്. പക്ഷേ ഇവിടെ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർക്ക് ലീഗിനെതിരെ ആദ്യം വിമർശനം ഉന്നയിക്കേണ്ടി വന്നപ്പോൾ പിന്നീട് അത് തിരുത്തി പറയേണ്ടി വന്നിടത്താണ് അപകടം പതിയിരിക്കുന്നത്. അതായത് ലീഗിന്റെ അപ്രമാദിത്വം UDFൽ അതിശക്തമാണ്. ലീഗ് പറയുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കും. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ വകുപ്പ് മന്ത്രിമാരെ തീരുമാനിക്കുന്ന സമയത്ത് ഒരു അടിയുണ്ട്. 5 സീറ്റാണ് ലീഗ് ചോദിച്ചിരിക്കുന്നത്. ആ 5 മന്ത്രിസ്ഥാനങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവർ ഇതിലും വലിയ അടിയുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങും. UDFനെ ലീഗ് വിഴുങ്ങി എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനത്തിൽ കോൺഗ്രസ് ഇടപെട്ടതുപോലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഘടകകക്ഷികൾ ഇടപെടേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. പിന്നാലെ മാത്യു കുഴൽനാടനെ രൂക്ഷമായി വിമർശിച്ച് മുതിർന്ന നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്ത് വന്നിരുന്നു. അല്പൻ ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിയും കുടപിടിക്കുമെന്നായിരുന്നു ഉണ്ണിത്താന്റെ പരിഹാസം. KPCC മുൻ പ്രസിഡന്റുമാരും വർക്കിംഗ് പ്രസിഡന്റുമാരും അടക്കം മുതിർന്ന നേതാക്കളെയാണ് ഡൽഹിയിലേക്ക് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നത്. VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K മുരളീധരൻ, K സുധാകരൻ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. MLA-മാരുടെ എണ്ണം മാനദണ്ഡമാക്കിയുള്ള മുഖ്യമന്ത്രി നിർണയമെന്ന കീഴ്വഴക്കത്തിൽ നിന്ന് ഹൈക്കമാൻഡ് മറ്റ് ഘടകങ്ങൾ കൂടി പരിഗണിക്കുന്നു എന്നതാണ് മുതിർന്ന നേതാക്കളെ കേൾക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. സോണിയാഗാന്ധി AK ആന്റണിയുമായി ഇതിനകം ആശയവിനിമയം നടത്തിയെന്നാണ് വിവരം. ഘടകകക്ഷി നേതാക്കളുമായി ഫോണിൽ ആശയവിനിമയം നടത്താനും സാധ്യതയുണ്ട്. ഇതോടെ വൈകിട്ടോടെ അല്ലെങ്കിൽ രാത്രിയോടെ ബുധനാഴ്ചയോ പ്രഖ്യാപനം വന്നേക്കാം എന്നുള്ളതാണ് വിവരം. പക്ഷേ K മുരളീധരൻ്റെയൊക്കെ പ്രസ്താവനയിൽ നിന്ന് ഇതുവരെ അടി തീർന്നിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ജനവിധി വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ വലിയ അതൃപ്തിയിലാണ് മുസ്ലിം ലീഗ്. ഇക്കാര്യം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി P അബ്ദുൾ ഹമീദ് പരസ്യമാക്കുകയും ചെയ്തു. ഭൂരിഭാഗം MLA-മാരും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് ലീഗും ആശങ്ക പ്രകടിപ്പിക്കുന്നത്. എന്നാൽ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടിൽ ഘടകകക്ഷികളായ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഉറച്ചു നിൽക്കുകയാണ്. UDFന്റെ വിജയത്തിൽ VD സതീശൻ വഹിച്ച പങ്ക് ചൂണ്ടിക്കാട്ടിയാണ് ലീഗ് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നത്. ലീഗിനെ പിണക്കി ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നില്ല. ഫലപ്രഖ്യാപനം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടിട്ടും തീരുമാനമാകാത്തതിൽ അണികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും അതൃപ്തി പുകയുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയൊരു ട്രോൾ മെറ്റീരിയലായി കേരളത്തിലെ UDF മാറിയിരിക്കുകയാണ്. ജനങ്ങൾ ഒരു രീതിയിലും ഇപ്പോൾ UDFനെ പിന്തുണയ്ക്കുന്നില്ല. UDFന്റെ ആൾക്കാർ പോലും ഇപ്പോൾ UDFനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. തെരുവുകളിൽ ഫ്ലെക്സ് യുദ്ധവും മുദ്രാവാക്യം വിളിയും നടക്കുന്നത് ഹൈക്കമാൻഡ് ഗൗരവത്തോടെയാണ് കാണുന്നത്. ഫ്ലെക്സുകളെല്ലാം എടുത്തു മാറ്റണമെന്ന് ഹൈക്കമാൻഡ് ആവർത്തിച്ചു പറഞ്ഞിട്ടും ഇപ്പോൾ പലയിടത്തും VD സതീശന്റെയും KC വേണുഗോപാലിന്റെയും ഫ്ലെക്സുകൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി അവർക്കുണ്ടാക്കിയിട്ടുണ്ട്. പലരെയും പിണക്കാൻ അവർക്ക് കഴിയില്ല. ആർക്ക് സീറ്റ് കൊടുക്കും അത് കാത്തിരുന്ന് കാണണം. മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതിൽ ഇപ്പോഴും ഒരു സസ്പെൻസ് നിൽക്കുകയാണ്. അതിനിടയിൽ
സോഷ്യൽ മീഡിയയിൽ സൈബറിടം കത്തുന്ന രീതിയിലാണ് UDFന് നേരെ പരിഹാസങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അധികാരം കിട്ടി നിങ്ങൾ മുഖ്യമന്ത്രി കസേരയിൽ ആര് കയറി ഇരുന്നാലും ഈ ട്രോളുകൾ അവസാനിക്കാൻ പോകുന്നില്ല. കാരണം കോൺഗ്രസിന്റെയും UDFന്റെയും നെറികെട്ട രാഷ്ട്രീയ കളി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിലും ഇതേ ചതി കോൺഗ്രസ് പുറത്തെടുത്തു. അതും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി എന്നൊരു സഖ്യമുണ്ടായിരുന്നു. BJPയെ എതിർക്കുന്നതിന് വേണ്ടി ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കിയതാണ്. അതിൽ നിന്ന് DMK ഇപ്പോൾ പിന്മാറിയിട്ടുണ്ട്. മറ്റ് പല ഗ്രൂപ്പുകളും പിന്മാറാൻ നിൽക്കുകയാണ്. ഇതോടുകൂടി ദേശീയ തലത്തിൽ ഇവർ ഉയർത്തിക്കൊണ്ടുവന്ന മുന്നണി തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ച കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നിന്ന് വിറളി പിടിക്കുകയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് ആരെ തീരുമാനിക്കും എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡിൽ പോലും 3 അഭിപ്രായമാണ് ഉയർന്നിരിക്കുന്നത്. 3 പേർക്ക് വേണ്ടിയും വാദിക്കുന്നവരുണ്ട്. എന്തായാലും ഫലപ്രഖ്യാപനം എപ്പോൾ ഉണ്ടാകും? മാധ്യമങ്ങൾ കാത്തിരിക്കുകയാണ്, കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് MM ഹസൻ മറ്റൊരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അടി മാധ്യമങ്ങൾ ഉയർത്തിവിട്ടതാണെന്ന്. ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല, കാരണം അതില്ല എന്നറിയാം. MM ഹസനെ പോലെയുള്ള നേതാക്കൾ കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കരുത്. കാരണം ഇവിടെ തെരുവിലേക്ക് ഇറങ്ങി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അണികളും പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെയാണ്. എന്നിട്ട് അത് മാധ്യമങ്ങളുടെ തലയിൽ കൊണ്ടുവെക്കണമെങ്കിൽ അതുമാതിരി തൊലിക്കട്ടി വേണം. തൊലിക്കട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ മുന്നിലാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം. അതായത് മാധ്യമങ്ങൾ പറയുന്ന ആളിനെ മുഖ്യമന്ത്രിയാക്കാൻ കഴിയില്ല എന്നാണ് MM ഹസനൊക്കെ ഡയലോഗ് അടിച്ചിരിക്കുന്നത്. ഇവിടെ മാധ്യമങ്ങൾ ഒരാളുടെയും പേര് ഉയർത്തി കാണിച്ചിട്ടില്ല. ഇവിടെ തിരിഞ്ഞ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അടി തുടങ്ങിയത് നിങ്ങളുടെ കൂട്ടരാണ്. അതുകൊണ്ട് MM ഹസനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ സ്വന്തം പാർട്ടിക്കാരെയും പ്രവർത്തകരെയും പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് മതി മാധ്യമങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.